ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ 34 ആണ്. അതും ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഓസോൺ ഡിപ്ലീഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ്? രണ്ട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ് അല്ലേ, ഓസോൺ ഡിപ്ലീഷനും അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗും. ഈ രണ്ട് ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓസോൺ ഡിപ്ലീഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കൊണ്ടാണ്. അതേപോലെ തന്നെ വൈൽ ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ CFC. ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിലോ CFC ആണ് കോസ് ചെയ്യുന്നത്. Ozone depletion increases UVB reaching Earth while greenhouse gases trap infrared radiation causing global warming. Both are primarily caused by methane from agriculture. Global warming reduces the greenhouse effect. Ozone depletion increase it. ഇപ്പം നമുക്ക് നോക്കാം. ഓസോൺ ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്നതാണ്. ഇത് മെയിൻ ആയിട്ടും എർത്തിനെ എന്ത് ചെയ്യുന്നു? ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓസോൺ ഡിക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ ചെയ്യുമ്പോൾ കൂടുതൽ UV റേഡിയേഷൻ എന്ത് ചെയ്യും? എർത്തിലേക്ക് വരും. ഓക്കെ അല്ലേ? ഈ ഓസോണിന്റെ ഡിപ്ലീഷന് കാരണമാവുന്നത് എന്താണ്? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ODSകളാണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ CFC, നമ്മുടെ ക്ലോറോ ഫ്ലോറോ കാർബൺ പോലെയുള്ളവ അല്ലേ. അപ്പം ഓസോൺ ഡിപ്ലീഷൻ ഇൻക്രീസസ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓസോണിന്റെ ഫംഗ്ഷൻ എന്താ? മെയിൻ ആയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, UV റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു അംബർലയാണ് ഈ ഓസോൺ. സോ ഇതിന് വിള്ളൽ സംഭവിച്ചു. അപ്പൊ നമ്മുടെ UV റേഡിയേഷൻ ഡയറക്റ്റ് എർത്തിലേക്ക് എത്തും. അങ്ങനെ എർത്തിലേക്ക് എത്തുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യും? ഇതിനെ ട്രാപ്പ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂട്ടും. അപ്പം അതെന്തിന് കാരണമാവും? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഓക്കെ അല്ലേ? According to the അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to the cohesion tension theory, ascent of sap occurs mainly due to. ascent of sap എന്താണെന്ന് അറിയാലോ? വാട്ടറിന്റെയും മിനറൽസിന്റെയും സൈലത്തിലൂടെയുള്ള അപ്വേർഡ് കണ്ടക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എഗെയിൻ നമ്മുടെ അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെയിൻ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാൻ കയറിയ ഒരേ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നിട്ടുള്ളത് അല്ലെ. ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 10ാമതോ 11ാമതോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? അതിന് കാരണം അവിടെ ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലേ. അവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണോ കാരണം എന്നാണ് ചോദിച്ചിരുന്നത്. ആൻസർ കറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുമുണ്ട്. സോ നമുക്ക് നോക്കാം. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടായിരുന്നു അല്ലേ പറഞ്ഞിട്ടുള്ളത്, സോറി അസേർഷൻ റീസൺ ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. അസെന്റ് ഓഫ് സാപ്പിന്റെ കാരണം എന്താ? നമുക്കറിയാം, വാട്ടർ എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ടുള്ള വാട്ടർ സ്റ്റൊമേറ്റ വഴി ലീഫിലൂടെ എവാപ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ വാട്ടർ പോകുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു നെഗറ്റീവ് പ്രഷർ, സൈലത്തിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താ? വാട്ടർ മോളിക്കൂൾ ഇങ്ങനെ പരസ്പരം ഒട്ടിയിട്ടിരിക്കുക. ആ ഒട്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ അവരിൽ എന്താവും? ഒരു പ്രശ്നമാവും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതായത് കാരണം വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. വാട്ടർ മോളിക്യൂൾസും സൈലവും തമ്മിൽ, സൈലത്തിന്റെ വോളും തമ്മിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. സോ ഇങ്ങനെ കുറച്ച് അറ്റാച്ച് ആയിട്ടുള്ള ആൾക്കാർ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബാക്കി നമുക്ക് ഫില്ല് ചെയ്യണ്ടേ. സോ താഴേന്ന് വീണ്ടും എന്ത് ചെയ്യും? വെള്ളത്തിന്റെ അപ്വേർഡിലേക്ക് പുള്ളി ചെയ്യും. സോ ദാറ്റ് പുള്ളിംഗ് ഫോഴ്സ് ഈസ് നോൺ ആസ് ട്രാൻസ്പിറേഷൻ പുള്ള്. ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ലോസ് ആയപ്പോഴാണ് ആ ഒരു പുള്ള് ഉണ്ടായത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്പിറേഷണൽ പുള്ള് എന്ന് പറയാം. അപ്പൊ മനസ്സിലായോ? ഓക്കെ അല്ലേ? സോ കറക്റ്റ് ആൻസർ ട്രാൻസ്പിറേഷൻ പുള്ളാണ്. ഇപ്പൊ ബാക്കി റൂട്ട് പ്രഷർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പ്രഷറാണ്. അതിൽ ഒരിക്കലും അപ്വേർഡ് കണ്ടക്ഷനിലേക്ക് നടക്കില്ല. ടോൾ ട്രീകളിലുള്ള അപ്വേർഡ് കണ്ടക്ഷൻ ഒന്നും ഒരിക്കലും ആ ഒരു റൂട്ട് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് പോസിബിൾ അല്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? മൂവ്മെന്റ് ഇൻ സൈലം ഈസ് മോസ്റ്റ്ലി പാസീവ്, നോട്ട് എനർജി റിക്വയറിങ് അല്ലെ. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഒരിക്കലും സൈലവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. കാരണം ആക്റ്റീവില് എനർജി ആവശ്യമാണ്. സൈലം എനർജി ഡിപ്പെൻഡന്റിലല്ല മൂവ് പോകുന്നത്. പിന്നെ ഇംബിബിഷൻ ഉണ്ട്. ഇംബിബിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? അസെന്റ് ഓഫ് സാപ്പുമായിട്ട് ബന്ധമില്ല. സോ അസെന്റ് ഓഫ് സാപ്പുമായിട്ട് ബന്ധമുള്ളത് ട്രാൻസ്പിറേഷൻ പുള്ളാണ്. ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ലോസ് ആവുമ്പോൾ സൈലത്തിൽ ഒരു നെഗറ്റീവ് പ്രഷർ കൊടുക്കും. കാരണം വാട്ടർ മോളിക്യൂൾസ് പരസ്പരം അറ്റാച്ച്ഡ് ആണ്. അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോവല്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് പ്ലാന്റ് മൈക്രോ പ്രൊപ്പഗേഷൻ ഇൻ പ്രോപ്പർ ഓർഡർ. പ്ലാന്റിന്റെ മൈക്രോ പ്രൊപ്പഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് 6 സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ 6 സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. ഈ 6 സ്റ്റെപ്പുകളിൽ ഏത് സ്റ്റെപ്പാണ് ആദ്യം നടക്കുന്നത്, ഏതാണ് രണ്ടാമത് നടക്കുന്നത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന് ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ആദ്യം നമുക്ക് എക്സ്പ്ലാന്റിനെ സെലക്ട് ചെയ്യണം അല്ലെ. സെലക്ഷൻ ഓഫ് എക്സ്പ്ലാന്റ് ആണ്. ഫസ്റ്റ് നമുക്കൊരു എക്സ്പ്ലാന്റ് വേണം, അതായത് ഹൈ ഈൽഡ് തരുന്നതും ഡിസീസ് റെസിസ്റ്റന്റ് ആയതുമായിട്ടുള്ള ഒരു ഹെൽത്തി എക്സ്പ്ലാന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എ സ്മോൾ പാർട്ട് ഓഫ് എക്സ്പ്ലാന്റ് സച്ച് ആസ് ലീഫ്, സ്റ്റെം ഓർ മെരിസ്റ്റം ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. ഇനി എടുത്ത എക്സ്പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? കെമിക്കൽസ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. മൈക്രോബുകളോ എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റെറിലൈസ് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ്പ്ലാന്റിനെ എടുക്കുക, എക്സ്പ്ലാന്റിനെ മൈക്രോബിന്റെ ഗ്രോത്തുകളും മറ്റും തടയാൻ സ്റ്റെറിലൈസ് ചെയ്യുക. നെക്സ്റ്റ് കാലസ് ഫോർമേഷൻ ആണ്. Callus initiation on oxygen-rich medium. The explant is placed on a nutrient medium with oxygen. Cell divided rapidly to form undifferentiated mass. എന്നിട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു എന്താണ് നമ്മുടെ എക്സ്പ്ലാന്റ് ഉണ്ടല്ലോ, ഈ എക്സ്പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ കുറേ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് അഥവാ കാലസിന്റെ ഫോർമേഷൻ നടക്കുന്നു. ദെൻ ഷൂട്ട് ഡിഫറൻസിയേഷൻ. Shoot differentiation from callus on cytokine-rich medium. The callus is transferred to a medium rich in cytokine to form a shoots. അപ്പോൾ ഓക്സിജൻ റിച്ച് മീഡിയത്തിൽ നിന്നും ദെൻ എന്ത് ചെയ്യുന്നു? സൈറ്റോകൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവിടെ ഷൂട്ട് ഫോർമേഷൻസ് നടക്കും. ഇനി റൂട്ട് ഉണ്ടല്ലേ, ദെൻ എന്ത് ചെയ്യുന്നു? റൂട്ട് ഇൻട്രക്ഷൻ ഓൺ ഷൂട്ട് യൂസിങ് ഓക്സിൻ. ഷൂട്ട് ആർ ട്രാൻസ്ഫർ ടു ഓക്സിൻ മീഡിയം അല്ലെ. എന്നിട്ട് ഇതിനെ ഓക്സിൻ മീഡിയത്തിലേക്ക് എഗെയിൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ഹാർഡനിങ് ആണ്. ഹാർഡനിങ് ആൻഡ് അക്ലിമറ്റൈസേഷൻ ഇൻ ഗ്രീൻ ഹൗസ് ദ പ്ലാന്റ്ലെറ്റ്സ്. എന്നിട്ട് പ്ലാന്റ്സിന് നമ്മൾ ഷൂട്ടും റൂട്ടും ഒക്കെ ആയി. ഇനി നമ്മൾ ഗ്രീൻ ഹൗസിൽ അതിനെ എന്താണ്? പുതിയൊരു എൻവയോൺമെന്റിലേക്ക് അക്ലിമറ്റൈസേഷൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് സ്റ്റെപ്പുകൾ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓർഡർ നോക്കാം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം നമുക്ക് ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഒരു ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റിനെ സെലക്ട് ചെയ്യണം. ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത പ്ലാന്റിന് ഒരു തരത്തിലുള്ള മൈക്രോബ് ഗ്രോത്തും വരാൻ പാടില്ല. സോ സർഫസ് സ്റ്റെറിലൈസ് ചെയ്തു. സർഫസ് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? കാലസ് ഫോം ചെയ്യണം അല്ലെ. കാലസ് ഫോം ചെയ്യാനായിട്ട് ഓക്സിജൻ റിച്ച് മീഡിയത്തിൽ വെച്ചു. അതിനുശേഷം ഷൂട്ട് ഡിഫറൻഷിയേഷന് വേണ്ടിയിട്ട് സൈറ്റോകൈനിൻ റിച്ച് മീഡിയം, ദെൻ റൂട്ട് ഡിഫറൻസിയേഷന് വേണ്ടിയിട്ട് അടുത്തൊരു മീഡിയം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? റൂട്ടും ഷൂട്ടും ആയി കഴിയുമ്പോൾ ഗ്രീൻ ഹൗസ് സോയിലിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ്? ഹാർഡനിങ് ആൻഡ് അക്ലിമറ്റൈസേഷൻ ഇൻ എ ഗ്രീൻ ഹൗസ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ 6 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിയോസിസ് റിസൾട്ട് ഇൻ. മിയോസിസ് അറിയാലോ അല്ലെ. മിയോസിസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹാഫ് ഡിവിഷൻ ആണ്. അപ്പൊ അതിൽ എത്രയാണ് നമുക്ക് സെൽസ് ഫൈനലി ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 diploid cells, 2 haploid cells, 4 haploid cells, 4 haploid cells, 4 diploid cells, 4 haploid cells. അപ്പൊ എത്ര സെൽസ് ആണ് എന്തിലുണ്ടാവുന്നത്? മിയോസിസിൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മിയോസിസ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ. മിയോസിസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ്. that occur in sexually reproducing organisms അല്ലെ. സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ് ഏതെന്ന് പറയുന്നത്? മിയോസിസ് എന്ന് പറയുന്നത്. സോ മിയോസിസ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് occurs in സെക്ഷുവൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സുകൾ. The process involves one round of DNA replication followed by 2 successive nuclear division known as meiosis 1 and meiosis 2. So meiosis 1 ഒരു സിംഗിൾ ഡിപ്ലോയിഡ് പേരന്റൽ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് ആവുന്നു. അപ്പൊ ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഹാഫ് ആണ് ആവുന്നത് അല്ലെ. 2n നിന്നും n ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 2 haploid cells again ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡ് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. അവിടെ എന്താണ്? ക്രോമോസോം നമ്പർ റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എപ്പോഴും മിയോട്ടിക് ഡിവിഷനിലെ ക്രോമോസോം നമ്പർ റെഡ്യൂസ് ചെയ്യുക, അതുകൊണ്ടാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഡിപ്ലോയിഡ് നമുക്ക് അങ്ങ് ഒഴിവാക്കാം. അപ്പൊ പിന്നെ
നമുക്കറിയാലേ മിയോസിസിൽ ലാസ്റ്റ് കിട്ടുന്നത് 1ൽ 2, അടുത്തതിൽ 2. സോ 4 ഹാപ്ലോയിഡ് സെൽസുകളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചൂസ് ദ കറക്റ്റ് പെയർ. കറക്റ്റ് ആയിട്ടുള്ള പെയറിനെ ചൂസ് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ് പെയറിനെ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം അല്ലെ. നോക്കാം. ഫസ്റ്റ് നോക്കി, സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? മൊണാസ്കസ് പെർപ്യൂറസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ ലോവർ ചെയ്യാനുള്ളതാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്റ്റിന്റെ പേരാണ് അല്ലെ. സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ BP ലോവർ ആണ് അല്ലെ. BP ലോവർ ചെയ്യാനുള്ള സബ്സ്റ്റൻസുകളാണ്, കോമ്പൗണ്ട് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്, നമ്മുടെ ഈസ്റ്റിൽ നിന്നാണ് അല്ലെ. ഈസ്റ്റിന്റെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈസ്റ്റ് മൊണാസ്കസ് പെർപ്യൂറയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എത്തനോൾ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. എത്തനോൾ ആസ്പെർഗില്ലസ് ആണോ? അല്ല. എത്തനോൾ എന്തിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സക്കാരോമൈസസ് ആണ് അല്ലെ. എത്തനോൾ ആണ് നമ്മുടെ സക്കാരോമൈസസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എത്തനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സക്കാരോമൈസസ്. ഇതെന്താ ക്വസ്റ്റ്യൻ? ഫംഗയും അതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഫംഗയുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറിനെ ലോവർ ചെയ്യാൻ സഹായിക്കുന്നു. അത് കിട്ടുന്നത് നമുക്ക് ഈസ്റ്റിൽ നിന്നാണ്. അത് കറക്റ്റ് ആണ്. എത്തനോൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സക്കാരോമൈസസ് ആണ്. സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ്പെർഗില്ലസിൽ നിന്നാണ്. സിട്രിക് ആസിഡ് ആണ് ആസ്പെർഗില്ലസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസറ്റോബാക്ടറിൽ നിന്നാണ്. അസറ്റിക് ആസിഡ് അസറ്റോബാക്ടർ. സോ ഇവിടെ ഒരൊറ്റ പേര് മാത്രമേ ശരിയായിട്ടുള്ളല്ലേ, സ്റ്റാറ്റിൻ. ഇങ്ങനെ ചോദിക്കാം. സ്റ്റാറ്റിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് BP-നെ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതിൽ നിന്നാണ്? ഒരു ഫംഗസിൽ നിന്നാണ്. മൊണാസ്കസ് പെർപ്യൂറസ് എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ്, ചൂസ് ദ കറക്റ്റ് പെയർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പെയർ ഏതാണ്? സ്റ്റാറ്റിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള പെയർ. BOD നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. BOD എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ കിട്ടിക്കൂടെ? എന്താണ് BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് ഏതെന്ന് പറയുന്നത്. നമ്മുടെ BOD എന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് ഏതെന്ന് പറയുന്നത്. BOD അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം. So it's a measure of amount of dissolved oxygen microorganisms required to decompose organic matter in water. അതായത് it is a measure of amount of dissolved oxygen. എത്ര amount of dissolved oxygen വേണം ആ മൈക്രോ ഓർഗാനിസംസിന് ആ ഒരു വാട്ടറിലെ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ. അപ്പം അതായത് ഏറ്റവും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ അപ്പോൾ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഓക്സിജൻസ് വേണം അല്ലേ. സോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ BOD കൂടുതലായിരിക്കും. So high BOD level indicates significant organic pollutions. Lower dissolved oxygen means എന്താണ്? കുറച്ചുകൂടി പൊല്യൂഷൻ കുറവായിരിക്കും. അപ്പം BOD എന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജന്റെ ആ ഒരു എന്താണ്? ഒരു മൈക്രോ ഓർഗാനിസംസിന് ആ ഒരു എത്ര ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഓക്സിജന്റെ അളവിനെയാണ് എന്ന് വിളിക്കുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. So BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് wrong? ഇനി പറഞ്ഞിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റുകളാണ് wrong എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് DNA at specific site. കറക്റ്റ് അല്ലേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താണ്? DNA കട്ട് ചെയ്യാൻ. DNA എന്ന് പറയുമ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇതിനെ കട്ട് ചെയ്തിട്ട് എന്താണ്? ഫ്രാഗ്മെന്റുകളാക്കാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് സഹായിക്കുന്നത്. സോ അതെന്താണ്? കറക്റ്റ് ആണ്. DNA ലിഗേസ് ജോയിൻ DNA ഫ്രാഗ്മെന്റ്സ്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാർട്ടുകൾ നമ്മൾ റെപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ പറയല്ലേ, ഒക്കസാക്കി ഫ്രാഗ്മെന്റുകൾ ഫോം ചെയ്യും. ഇങ്ങനെയുള്ള ഒക്കസാക്കി ഫ്രാഗ്മെന്റുകളെ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? DNA ലിഗേസ് എന്ന് പറയുന്നത്. സോ DNA ലിഗേസ് ഹെൽപ് ടു ജോയിൻ DNA ഫ്രാഗ്മെന്റ്സ്. DNA ഫ്രാഗ്മെന്റുകൾ ജോയിൻ ചെയ്യാനാണ് എന്ത് സഹായിക്കുന്നത്? DNA ലിഗേസ് സഹായിക്കുന്നത്. ഇനി ബീറ്റ ടോക്സിൻ ജീൻ ഈസ് യൂസ്ഡ് ഫോർ ഇൻസെക്ട് റെസിസ്റ്റന്റ്. കറക്റ്റ് അല്ലേ?
ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരുന്നു BT കോട്ടൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ BT ടോക്സിൻ ജീൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ബാസിലസ് തുരിജിനസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിലെ ഒരു ജീൻ BT എന്ന് പറയുന്ന ജീനിനെ ഇൻഡ്യൂസ് ചെയ്യാണ്. ഈ ജീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹാംഫുൾ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇൻസെക്ട്സുകളുടെ എന്താണ് സ്റ്റൊമക്കിലെ ഹോൾസുകൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സോ അതും കറക്റ്റ് ആണ്. ഇനി ബയോറിയാക്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഫോർ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, കറക്റ്റ് ആണോ? അല്ലല്ലേ. ബയോറിയാക്ടേഴ്സ് പ്ലാന്റിന് മാത്രമല്ല ആനിമൽസിനും ഫംഗസിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞിട്ടുള്ളതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡി ആണ്. ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്താണ്? ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആണ്. Bioreactors have much broader range of application than just plant tissue culture. They are specialized vessels designed to provide optimal environment for the growth of many type of biological systems, including microorganisms, animal cells ഒക്കെ ഉണ്ട് അല്ലേ. പ്ലാന്റ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതല്ല ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതിന് പലതരത്തിലുള്ള വേറെയോ ആപ്ലിക്കേഷനുകൾ ഉണ്ട്. Next, which step in recombinant DNA technology prevent self-ligation of vector DNA during gene cloning? അപ്പോൾ recombinant DNA ടെക്നോളജിയിലെ ഏത് സ്റ്റെപ്പാണ് സെൽഫ് ലിഗേഷൻ അല്ലെ പ്രിവെന്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. Digestion of vector and insert with the same restriction enzyme, treatment of vector DNA with DNA ligase ട്രീറ്റ് ചെയ്യുന്നത് dephosphorylation using selectable marker. ഇതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. So in recombinant DNA technology, when a cut is circular vector like അല്ലെ പ്ലാസ്മിഡ് പോലെയുള്ള സർക്കുലർ വെക്ടറിനെ കട്ട് ചെയ്യുന്ന സമയത്ത് the restriction enzyme it became linear with 2 ends. If these ends have matching sticky ends, the vector might simply join back together. അല്ലെ ഇപ്പൊ നമ്മൾ സർക്കുലർ പ്ലാസ്മിഡ് പോലെയുള്ള DNA കട്ട് ചെയ്യുന്ന സമയത്ത് ലീനിയർ ഷേപ്പിലേക്ക് മാറുന്നു. ഈ ലീനിയർ ഷേപ്പിലേക്ക് മാറുന്ന സമയത്ത് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റിക്കി എൻഡുകൾ ഉണ്ട് എങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും? ജോയിൻ ബാക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് ലിഗേഷൻ എന്ന് വിളിക്കുന്നത്. ന്യൂ ജീൻ അല്ലെ പുതിയത് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം അത് തന്നെ എന്ത് ചെയ്യും? വീണ്ടും ജോയിൻ ബാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. So DNA ligase require a 5-phosphate group and 3-hydroxyl group to form phosphodiester bond. So these enzyme remove the phosphate group from 5' end and linearized vector അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ DNA ലിഗേസിന് അതിനെ യോജിപ്പിക്കണമെങ്കിൽ ഒരു 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പും 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും വേണം. അപ്പം ഈ ഒരു എൻസൈം ഉണ്ടല്ലോ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈം ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യും? 5' എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യും. സോ ആ 5' ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അതിന് എന്ത് പറ്റില്ല? വീണ്ടും ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് അതിനെ ഒറ്റയ്ക്ക് തന്നെ സീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ സെൽഫ് ലിഗേഷൻ അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായ സംഭവം എന്താന്ന് വെച്ചാൽ, അതായത് സെൽഫ് ലിഗേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം നോക്കി ഒരു പ്ലാസ്മിഡ് പോലെയുള്ള ഒരു സർക്കുലർ DNA നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 2 ലീനിയർ പാർട്ടായിട്ട് മാറി. അപ്പൊ ഇതിൽ സ്റ്റിക്കി എൻഡുകൾ ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ ഇവ വീണ്ടും പുതിയതിനു വേണ്ടി ജോയിൻ ചെയ്യുന്നതിന് പകരം അത് തന്നെ വീണ്ടും എന്ത് ചെയ്യും? ലിഗേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ലിഗേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു 5' ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വേണം, അതുപോലെ തന്നെ 3' ഒരു OH ഗ്രൂപ്പും വേണം. സോ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയും, ഡീഫോസ്ഫോറിലേഷൻ നടത്തും അല്ലെ. സോ അതിന് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? സെൽഫായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഡീഫോസ്ഫോറൈലേഷൻ ഓഫ് വെക്ടർ ആണ് സെൽഫ് ലിഗേഷനെ എന്ത് ചെയ്യുന്നത്? പ്രിവെന്റ് ചെയ്യുന്നത്. 42 ക്വസ്റ്റ്യൻ 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വൈറ്റമിൻ പ്രസന്റ് ഇൻ NADP കാണപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് ആണ് NADP എന്ന് പറയുന്നത്. അലോങ് വിത്ത് NAD അല്ലെ ആർ crucial coenzymes involved in the cellular redox reaction acting as electron carrier. These coenzymes are derived from niacin, which is also known as vitamin B3. അപ്പോൾ vitamin B3 അഥവാ എന്താണ്? നിയാസിൻ ആണ് NADP കാണപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. റെറ്റിനോൾ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ A ആണ്. ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ നമ്മുടെ വിഷൻ ആണ്. വൈറ്റമിൻ കാൽസിഫെറോൾ ഈസ് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ B7 എന്ന് പറയുന്നത് ബയോട്ടിൻ വൈറ്റമിൻ B7 ആണ്.
അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ് NADP കാണപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B3 അഥവാ നിയാസിൻ ആണ്. സോ ദ വൈറ്റമിൻ പ്രസന്റ് ഇൻ NADP, NADP കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയാസിൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ATP yield in glycolysis, ഗ്ലൈക്കോലിസിസിലെ ATPയുടെ ഈൽഡ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഗ്ലൈക്കോലിസിസിനെ തന്നെയാണ് നമ്മൾ EMP പാത്വേ എന്ന് വിളിക്കുന്നത്. EMP സ്റ്റാൻഡ്സ് ഫോർ എംബഡൻ മെയറോഫ് അല്ലെ പർനാസ്, കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളുടെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട്. സോ ഇറ്റ് ഈസ് എ യുണീക് പാത്വേ ഓക്കേഴ്സ്. റെസ്പിറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ഇത് ഒരേപോലെ എയ്റോബിക് ഓർഗാനിസംസിലും അനേറോബിക് ഓർഗാനിസംസിലും നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. എയ്റോബിക്കിലും നടക്കും, അനേറോബിക്കിലും ഇത് നടക്കും. സോ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് എയ്റോബിക്, ഈ ഒരു ഗ്ലൈക്കോലിസിസ് എൻഡ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? അതായത് ഗ്ലൂക്കോസിനെ അവർ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? പൈറുവേറ്റ് അഥവാ ലാക്റ്റേറ്റ് ആയിട്ടാണ് കൺവേർഷൻ നടക്കുന്നത്. ഒന്നെങ്കിൽ പൈറുവേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ലാക്റ്റേറ്റ് ആയിട്ടുമാണ് എയ്റോബിക് പാത്വേയിലും അനേറോബിക് പാത്വേയിലും. സോ ഗ്രോസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4 ATPs ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ 4 ATPs പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിഷ്യൽ ഫേസസിൽ, പ്രിപ്പറേറ്ററി ഫേസസിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 ATPs യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നത് 2 ATP. 4 ATPs പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ഇനിഷ്യേറ്ററി ഫേസിൽ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും 2 ATPs യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് എന്ത്? ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. അതിൽ മൊത്തം 4 ATPs ഫോം ചെയ്യുന്നതിൽ 2 എണ്ണം കൺസ്യൂം ചെയ്യുന്നു, ബാക്കി 2 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2. പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് റിലീസ്ഡ് ഫ്രം പാഡി ഫീൽഡ്. പാഡി ഫീൽഡിൽ റിലീസ് ചെയ്യുന്ന പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതെന്നാണ് അല്ലെ. ആദ്യത്തെ മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, N2O, O3, ഓക്സോൺ ഒക്കെ ഉണ്ട്. സോ മീഥെയിൻ ആണ് ഇതെന്ന് പറയുന്നത് പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് റിലീസ്ഡ് ഫ്രം പാഡി ഫീൽഡ്. ദിസ് occurs because rice is typically grown in flooded waterlogged condition that create an anaerobic environment അല്ലെ, anaerobic environment. In these conditions, specialized microorganisms called methanogene decomposes organic matter and release methane as byproduct. അപ്പൊ നമുക്കറിയാം പാഡി ഒക്കെ നമ്മൾ എന്താണ് വെള്ളത്തിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ വെള്ളം ഫുൾ ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഒരു അനറോബിക് ഓക്സിജൻ ഡിപ്ലീഷൻ അവിടെ നടക്കും. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റിൽ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്തിട്ട് മിഥൈനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റൈസ് കൾട്ടിവേഷൻ, ശരിക്കും ഈ റൈസ് കൾട്ടിവേഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഒരു സോഴ്സ് ആയിട്ടുള്ള മിഥൈൻ ഏറ്റവും കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അതിന്റെ ഒരു സോഴ്സ് ആണെങ്കിലും ഒരിക്കലും പാഡി ഫീൽഡിൽ നിന്നല്ല കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നത്. സോ മീഥൈൻ ആണ് എന്ത് ചെയ്യുന്നത്? പാഡി ഫീൽഡിൽ നിന്നും എമിറ്റ് ചെയ്യുന്നത്. BOD is highest in, നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ BOD എവിടെയാണെന്നല്ലേ. BOD എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് BOD എന്ന് പറയുന്നത്. BOD എന്ന് പറയുന്നത് ആ ഒരു മൈക്രോ ഓർഗാനിസംസിന് ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ. ഒരു മൈക്രോ ഓർഗാനിസംസിന് എത്ര ഓക്സിജൻ ആണ് വേണ്ടത്? ആ ഒരു മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളത്. അപ്പം ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ ഒരുപാട് ഓക്സിജൻ വേണം. സോ ഹയർ BOD എന്ന് മീൻസ് എന്തായിരിക്കും? വാട്ടറിൽ വളരെയധികം ഹയസ്റ്റ് BOD എന്ന് പറയുന്നത് വളരെയധികം സീവേജ് ഉള്ള വേസ്റ്റ് വാട്ടർ ആണെന്നാണ് അർത്ഥം. ലോവസ്റ്റ് BOD എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ക്ലീൻഡ് വാട്ടർ എന്നാണ് മീൻ ചെയ്യുന്നത്. സോ നോക്കിയേ, നമുക്കറിയാം BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു മൈക്രോ ഓർഗാനിസംസിന് അവിടുത്തെ ഓർഗാനിക് മാറ്റർ ഡിസോൾവ് ചെയ്യിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവാണ് BOD എന്ന് പറയുന്നത്. സോ അത് ഹയസ്റ്റ് ആയിട്ടപ്പം ഇതൊരു മൈക്രോ ഓർഗാനിസത്തിന് ഒത്തിരി ഓക്സിജൻ വേണം. ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ട്. അതിന് അത്രയും ഡിസോൾവ് ചെയ്യാൻ ഒത്തിരി ഓക്സിജൻ വേണം. അപ്പൊ അവിടെ കൂടുതലാണ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും? അത് മോർ പൊല്യൂട്ടഡ് വാട്ടർ ആണല്ലേ, നല്ല രീതിയിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിലാണ് ഹയസ്റ്റ് ഉള്ളത്. സോ അതിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്?
നമ്മുടെ ഡൊമസ്റ്റിക് സീവേജ്. ഡിസ്റ്റിൽഡ് വാട്ടറിലും റിവർ വാട്ടർ ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിൽ അത്രയും കാണുകയില്ല. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ആണെങ്കിലും ഇവയൊക്കെ എന്താണ്, അതിലൊക്കെ നമുക്ക് പൊല്യൂഷൻസ് കുറവായിരിക്കും. BOD ഏറ്റവും കൂടുതലുള്ളത് ഡൊമസ്റ്റിക് സീവേജിലാണ്. അതിൽ അത്രയും ഓർഗാനിക് മാറ്റേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ബാക്ടീരിയക്ക് അത്രയും ഓക്സിജൻസിനെ ആവശ്യമായിട്ട് വരും. സോ ഹൈ BOD മീൻസ് ഹൈ ഓർഗാനിക് മാറ്റർ, ഹയർ പൊല്യൂഷൻ. ലോ BOD മീൻസ് ലോ ഓർഗാനിക് മാറ്റർ, ക്ലീൻ വാട്ടർ. ഇനി ഇൻസുലിൻ ഈസ് എ പോളിമർ ഓഫ്. 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻസുലിൻ ഈസ് എ പോളിമർ ഓഫ്. ഇൻസുലിൻ എന്തിന്റെ പോളിമർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇൻസുലിൻ ഈസ് എ നാച്ചുറൽ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഫൗണ്ട് ഇൻ മെനി പ്ലാന്റ്സ് എസ്പെഷ്യലി ഇൻ ഇൻസുലിൻ അല്ല, ഇനുലിൻ ആണ് കേട്ടോ. ഇനുലിൻ ഈസ് എ പോളിമർ ഓഫ്. ഇൻസുലിൻ അല്ല, ഇനുലിൻ ആണ്. ഇനുലിൻ ഈസ് എ പോളിമർ. അപ്പൊ ഇനുലിൻ എന്തിന്റെ പോളിമർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനുലിൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡ് ആണ്, നാച്ചുറൽ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ്. ഇത് കുറേ പ്ലാന്റുകളിൽ മെയിൻ ആയിട്ട് റൂട്ട് അഥവാ റൈസോമുകളിൽ കാണപ്പെടുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് ഇതെന്ന് പറയുന്നത് ഇനുലിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് മെയിൻ ആയിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഫ്രക്ടോസുകളുടെ യൂണിറ്റ് വെച്ച്, ഫ്രക്ടോസിനെ ഗ്ലൈക്കോസിഡിക് ബോണ്ടിങ് അല്ലെങ്കിൽ ബോൺസ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇനുലിൻ എന്തിന്റെ പോളിമർ ആണെന്ന് ചോദിച്ചാൽ ഫ്രക്ടോസിന്റെ പോളിമർ ആണ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇനുലിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ പോളിസാക്കറൈഡ്സ് ആണ്. എന്തുകൊണ്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രക്ടോസ് കൊണ്ടാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടിലും റൈസോമിലും ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിഫ്റ്റ് ISADI-FT അല്ലെങ്കിൽ സിഫ്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ബോട്ടണി ബയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയാണ്. നമ്മൾ കുറേ അധികം ആർട്ടുകൾ പഠിക്കുന്നുണ്ട്. അതിലെ ഒന്നാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ്, ഇൻഫെർട്ടിലിറ്റി ഉണ്ടല്ലോ, അപ്പൊ ഈ ഇൻഫെർട്ടിലിറ്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ മെത്തേഡുകളെയാണ് നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അഥവാ ആർട്ട് എന്ന് പറയുന്നത്. ആ ആർട്ടിലെ ഒരു ഓപ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്, സിഫ്റ്റ് എന്ന് പറയുന്നത്. സിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറയാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിഫ്റ്റിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സിഫ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗ്ഗും സ്പേമും എവിടെ വെച്ച്, സാധാരണഗതിയിൽ എഗ്ഗും സ്പേമും ഫെലോപ്പിയൻ ട്യൂബ് അല്ലെ, ഫീമെയിൽസിന്റെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ എഗ്ഗും സ്പേമും ഔട്ട്സൈഡ് ലബോറട്ടറി കണ്ടീഷനിൽ വെച്ചിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആക്കി എടുക്കുന്നു. എന്നിട്ട് ഈ സൈഗോട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സർജറിയിലൂടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ബാക്കി പിന്നെന്താണ്, നോർമൽ തന്നെ ഫെലോപ്പിയൻ ട്യൂബിൽ നിന്നും യൂട്രസിലേക്ക് എത്തുകയും അവിടെ ഇംപ്ലാന്റ് ചെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത്. സോ സിഫ്റ്റ് എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ ആണ് സിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പം സിഫ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതായത് ഒരു വുമണിന്റെ ഫെലോപ്പിയൻ ട്യൂബിൽ നാച്ചുറലി എന്ത് നടക്കുന്നില്ല, ഈ സ്പേമിന്റെയും ഓവത്തിന്റെയും ഫ്യൂഷൻ നടക്കുന്നില്ല. ആ സമയത്ത് ഈ സ്പേമും ഓവവും നമ്മൾ കളക്ട് ചെയ്യുന്നു, ലാബ് കണ്ടീഷനിൽ വെച്ചിട്ട് അതിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു, സൈഗോട്ട് ആക്കുന്നു. എന്നിട്ട് ഈ സൈഗോട്ടിനെ ഡയറക്റ്റ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അതാണ് സിഫ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ചധികം ടേമുകൾ അതുമായി സിമിലർ ആയിട്ടുള്ള ടേം ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. ഹിയർ ഓവം ആൻഡ് സ്പേംസ് ആർ ട്രാൻസ്ഫേർഡ് ഡയറക്ട്ലി. ഇവിടെ നമ്മൾ ഓവത്തിനെയും സ്പേമിനെയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഓവത്തിനെയും സ്പേമിനെയും എടുത്തിട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഗമീറ്റുകളെ വെക്കുകയാണ് ചെയ്യുന്നത്. IUT ഉണ്ട്, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ഉണ്ട്. ഇനി എംബ്രിയോനെ നമ്മൾ 8 വീക്ക് ആക്കിയ ശേഷം ഡയറക്റ്റ് ഫീമെയിലിന്റെ യൂട്രസിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ഇൻട്രാ യൂട്രൈൻ. ദെൻ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ഉണ്ട്. എ സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയർ വെയർ സിംഗിൾ സ്പേം ഈസ് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ടു ദി ഓവം അല്ലെ. അപ്പൊ നമുക്കറിയാം നാച്ചുറലി എന്താണ്, ധാരാളം സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു സ്പേം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഓവവുമായി ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേമിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ആർട്ടുകളാണ് അല്ലെ, പലതരത്തിലുള്ള നമ്മുടെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്, സിഫ്റ്റ് എന്താണെന്ന് ഉള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.